ഇപ്പോൾ കെ.പി.സി.സി വക്താവ് കൂടിയായ സന്ദീപ് വാര്യർ നമുക്കൊപ്പം ചേരുന്നു. സന്ദീപ്, പാലക്കാട് കോൺഗ്രസ് ചില നീക്കങ്ങൾ നടത്തി എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ടായിരുന്നു. പാലക്കാട് ഒരു രാജിയിലേക്ക് കാര്യങ്ങൾ പോകും, ബി.ജെ.പിയുടെ 9 കൗൺസിലർമാർ. പക്ഷേ അത് RSS ഇടപെട്ടു, ആ പ്രശ്നങ്ങൾ പരിഹരിച്ചു, അതൊരു സമവായത്തിലെത്തി എന്നുള്ളതാണോ? ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമാണ് പാലക്കാട് ബി.ജെ.പിയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്ന് സന്ദീപ് കരുതുന്നുണ്ടോ? അല്ല, ഈ പ്രശ്നങ്ങളൊന്നും കോൺഗ്രസ് ഉണ്ടാക്കിയ പ്രശ്നമല്ലല്ലോ. അവിടെ ബി.ജെ.പിയുടെ തന്നെ ഭാരവാഹികളും കൗൺസിലർമാരുമായിട്ടുള്ള ആളുകൾ പരസ്യമായി യോഗം ചേർന്ന് ബി.ജെ.പിക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ച് പുറത്തു വരികയാണല്ലോ ഉണ്ടായത്. അവരാണ് നിലപാടുകൾ പറഞ്ഞത്. അവര് പരസ്യമായി യോഗം ചേർന്നു. നമുക്കറിയാം, ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് ഞാൻ ബി.ജെ.പിയിൽ നിന്ന് രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്നത്. ആ സമയത്ത് ഞാൻ ഉന്നയിച്ചിട്ടുള്ള ആക്ഷേപങ്ങൾ എന്തൊക്കെയാണ്? ജനാധിപത്യ വിരുദ്ധമായ ഒരു പാർട്ടിയായി ബി.ജെ.പി മാറിയിരിക്കുന്നു, ഫാസിസ്റ്റ് സ്വഭാവമാണ്, എതിരഭിപ്രായം പറയുന്നവരെ, അഭിപ്രായമുള്ളവരെ മുഴുവൻ ഫാസിസ്റ്റ് ശൈലിയിലൂടെ നിശബ്ദരാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന എന്റെ ആക്ഷേപങ്ങൾ പൂർണ്ണമായും ശരിയാണെന്ന് സമ്മതിച്ചുകൊണ്ടാണ് അവരുടെ രംഗപ്രവേശം ഉണ്ടായത്. സ്വാഭാവികമായിട്ടും അവരിൽ പല ആളുകളും നേരത്തെ സുഹൃത്തുക്കളായിരുന്ന ആളുകളൊക്കെയാണ്. പല ആളുകളും ഈ വിഷയങ്ങളെല്ലാം ഫോൺ ചെയ്ത് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം എത്ര തന്നെ പാച്ചപ്പ് ചെയ്യാൻ ശ്രമിച്ചാലും തീരാത്ത വലിയ പ്രശ്നങ്ങൾ ബി.ജെ.പിക്ക് അകത്തുണ്ട്. അവിടെ നിലനിൽക്കുന്ന ഏകാധിപത്യ പ്രവണത, ഫാസിസ്റ്റ് സ്വഭാവം, ഇതിനെതിരായിട്ടുള്ള വലിയ ഒരു വികാരം ആ പാർട്ടിക്ക് അകത്തുണ്ട്. സ്വാഭാവികമായിട്ടും അത് വരും ദിവസങ്ങളിൽ പുറത്ത് വരിക തന്നെ ചെയ്യും. എത്ര പാച്ചപ്പ് ചെയ്യാൻ ശ്രമിച്ചാലും അത് ഉണങ്ങാത്ത മുറിവായിട്ട് അവിടെ അവശേഷിക്കുമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. സന്ദീപ്, പ്രമീള ശശിധരൻ അടക്കം ഒരുപക്ഷെ ആ തീരുമാനത്തിലേക്കൊക്കെ കടക്കുമെന്നുള്ള സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ RSS ഇടപെടുമ്പോൾ അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ധാരണയോ സമവായമോ അങ്ങനെ എന്തെങ്കിലും ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ടാവുമോ? അതുകൊണ്ടായിരിക്കുമോ തൽക്കാലം ആണെങ്കിലും പാച്ചപ്പ് ആയിരിക്കുന്നത്? ഈ RSS എന്തുറപ്പ് കൊടുക്കാൻ? ആ സംഘടനയ്ക്കകത്തെ പ്രശ്നങ്ങൾ തീർക്കാൻ പോലും കെൽപ്പില്ലാത്ത കുറെ ആളുകളാണ് പാലക്കാട്ടെ RSS ഉള്ളത്. അതുകൊണ്ട് അവർ കൊടുക്കുന്ന ഉറപ്പിലൊന്നും ഇവർ വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഭീഷണിയുടെ പേരിൽ സ്വാഭാവികമായിട്ടും സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരാണ്. അവർക്കൊക്കെ ഭീഷണി വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന പ്രയാസങ്ങൾ ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നുള്ളൂ. അത്തരം ഭീഷണിക്ക് മുന്നിലൊന്നും മുട്ടുപറയ്ക്കാത്ത, നട്ടല് നിവർത്തി നിൽക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വെല്ലുവിളിക്കും. അല്ലെങ്കിൽ തിരികെ പറയാൻ സാധിക്കുന്നവർ തിരികെ പറയും. ഇവിടെ എനിക്ക് തോന്നുന്നത്, അതായത് ഭീഷണിപ്പെടുത്തിയാണ് ഇവരെ ഈ രാജിയിൽ നിന്ന് പിൻവാങ്ങിച്ചത്, അങ്ങനെയാണ് കണക്കാക്കുന്നത് അല്ലെ? താങ്കൾക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് ഇവരെല്ലാം അറിയുന്നത് കൊണ്ട് അങ്ങനെ ആയിരിക്കും. ഞാൻ അവരെ പിൻവാങ്ങിയെന്ന് ഞാൻ കരുതുന്നില്ല. അവിടെ അവരെന്താണ്, അവർ രാജിവെക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ അവരാണല്ലോ പ്രഖ്യാപിക്കേണ്ടത്. അവരുടെ നിലപാട് അവർ പ്രഖ്യാപിക്കട്ടെ, അതിനുശേഷം ആ വിഷയത്തിൽ പ്രതികരിക്കാമെന്നാണ്. തൽക്കാലത്തേക്ക് ഇപ്പോ പ്രശാന്ത് ശിവൻ ജില്ലാ പ്രസിഡന്റ് ആകുന്നു, ആ ആഘോഷങ്ങളൊക്കെ അവിടെ നടക്കുകയാണ്, രാജി വന്നിട്ടുമില്ല. അപ്പൊ തൽക്കാലത്തേക്ക് അതിലൊരു പാച്ചപ്പായി എന്ന് തന്നെയല്ലേ കണക്കാക്കേണ്ടത്? അല്ല, രാജി പ്രഖ്യാപനം ഉണ്ടാകുമോ ഇല്ലയോ എന്ന് സംബന്ധിച്ച് അവർ പറയട്ടെ. ഞാൻ പ്രതീക്ഷിക്കുന്നത് സ്വാഭാവികമായിട്ടും ജനാധിപത്യ വിരുദ്ധമായ രീതിയിൽ നടന്നിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിനെതിരായിട്ട് സ്വാഭാവികമായിട്ടും ഏതൊരു സമൂഹത്തിലും ഏറെക്കാലം അടിച്ചമർത്താൻ സാധിക്കില്ല, അഭിപ്രായ പ്രകടനങ്ങളെ അടിച്ചമർത്താൻ സാധിക്കില്ല. അത് പുറത്തേക്ക് വരിക തന്നെ ചെയ്യും. ഒരു അഗ്നിപർവ്വതം പോലെ അത് പൊട്ടിത്തെറിക്കുന്ന നാളുകൾ വിദൂരമല്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒറ്റ കാര്യം കൂടി സന്ദീപ്, ബി.ജെ.പിയുമായി ബന്ധപ്പെട്ട് ഇപ്പൊ സംസ്ഥാന നേതൃത്വ മാറ്റം എന്നുള്ള ഒരു വിഷയമൊക്കെ നിൽക്കുമ്പോൾ അതിലേക്ക് കൂടി ഇത് നീണ്ടു പോകുകയാണോ എന്നുള്ളതാണ്. അങ്ങനെ ഒരു സാധ്യതയൊക്കെയാണ് താങ്കൾ ബി.ജെ.പിയിൽ ഉണ്ടായിരുന്നപ്പോഴും കണ്ടിരുന്നത് അല്ലേ? അതെല്ലാം ബി.ജെ.പിയുടെ ആഭ്യന്തര കാര്യമാണ്. ബി.ജെ.പി ആരെ നേതാവാക്കണം, ആരെ പ്രസിഡന്റ് ആക്കണം എന്നൊക്കെ ആ പാർട്ടി തീരുമാനിക്കട്ടെ. ഈ നേതാവല്ലല്ലോ, നയപരിപാടികളാണല്ലോ, നയസമീപനങ്ങളാണല്ലോ പ്രധാനപ്പെട്ട പ്രശ്നം. ആ നയസമീപനങ്ങൾ തികച്ചും വർഗീയമായി സമൂഹത്തെ ഭിന്നിപ്പിച്ചുകൊണ്ട്, വിഘടിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാനുള്ള നയപരിപാടികളിൽ നിന്നാണ് ആ പാർട്ടി മാറേണ്ടത്. നേതൃത്വം മാറിയിട്ട് കാര്യമൊന്നുമില്ല, നയങ്ങളാണ് മാറേണ്ടത്. ഒറ്റ കാര്യം കൂടി, കെ.പി.സി.സി വക്താവ് കൂടിയായിരിക്കുന്നു താങ്കൾ. ഇനി മുതൽ ചാനൽ ചർച്ചകൾ കൂടെ പങ്കെടുക്കുന്ന രീതിയിൽ പുതിയ ചുമതല കോൺഗ്രസ് നൽകിയത്, അത് ഏത് തരത്തിൽ കൂടിയാണ് കാണുന്നത്? കോൺഗ്രസ് നേതൃത്വം സ്വാഭാവികമായിട്ടും ഞാൻ കോൺഗ്രസ് ചേർന്നതിന് ശേഷം വളരെ സ്നേഹത്തോടെ, കരുതലോടുകൂടി എന്നെ സ്വീകരിച്ചിട്ടുണ്ട്, സമീപിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും കോൺഗ്രസ് പാർട്ടി എന്ത് ചുമതലയാണോ ഏൽപ്പിക്കുന്നത് ആ ചുമതല കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് നിർവഹിക്കുക തന്നെ ചെയ്യും. വളരെ നന്ദി. സന്ദീപ് വാര്യർ ശേഷം ചർച്ചയിൽ കാണാം. സന്ദീപ് വാര്യർ കൂടിയാണ് പ്രതികരിച്ചത്.